നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെയിൻ ആൻഡ് സ്നോ എഫക്ട്സ് ആണ്. അപ്പോൾ നമ്മളൊരു ഒരു വീഡിയോ ഫൂട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെ നമുക്ക് റെയിൻ എഫക്റ്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു മഞ്ഞ് വീഴുന്ന ഒരു എഫക്ട്സ് കൊണ്ടുവരാം, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് ഉദാഹരണമായിട്ട് 2 വീഡിയോസ് ഞാൻ കാണിക്കാം. ഒന്നതാണ്ട് ഞാൻ റെയിനിൻ്റെ വീഡിയോസ് ഞാൻ കാണിക്കാം. കണ്ടോ, ഓൾറെഡി ഒറിജിനൽ ഫുട്ടേജ് ഇതാണ്. ഞാൻ പകുതി മാസ്ക് ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പം വൺ സൈഡിൽ ഇതാണ്ട് കണ്ടോ, റെയിൻ വീഴുന്നൊരു എഫക്റ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത് സ്നോ വീഴുന്നത് ഇതാ കണ്ടോ, ഞാൻ മാസ്ക് അനിമേറ്റ് കൊടുത്തേക്കാണ്. കണ്ടോ, ഒറിജിനൽ ഫുട്ടേജ് ഒരു സൈഡിൽ സ്നോ വീഴുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഞാൻ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡയറക്റ്റ് ആ ഫുട്ടേജ് ഇമ്പോർട്ട് ചെയ്യാണ്. എനിക്ക് വർക്ക് ചെയ്യേണ്ട സ്നോ ഇമ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ന്യൂ കോമ്പോസിഷൻ എടുത്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ടൈം ലൈനിൽ പിടിച്ചിട്ടു. നമുക്ക് കിട്ടിയ ഒരു ഫുട്ടേജ് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ സ്നോ എഫക്റ്റ് കൊടുക്കാം? ഓൾറെഡി മഞ്ഞുമലകളെല്ലാം ഉണ്ട്, പക്ഷേ ഒരു സ്നോ ഇങ്ങനെ വീഴുന്ന ഒരു ഫീല് നമുക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നമുക്ക് ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഫക്ട്സിനകത്ത് പോയിട്ട് സിമുലേഷൻ, അതിൽ CC സ്നോഫാൾ എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. കണ്ടോ, മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഏത് ലെയറിൽ, സ്നോ എന്ന ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം എഫക്ട്സ് എടുക്കുക, അതിൽ സിമുലേഷൻ, അതിൽ CC സ്നോഫാൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് വളരെ ചെറുതായിട്ടേ കാണാൻ പറ്റുമോ. നമുക്കിവിടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ സൈസ് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഞാനൊരു 3 എന്നുള്ളത് കുറച്ച് ഒരു 4 5 ഒക്കെ വയ്ക്കുക. അപ്പോൾ ഇച്ചിരി കൂടുതൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ച് കൂടുതലൊക്കെ ഇട്ടിരിക്കുക. ഇപ്പോൾ ഓൾറെഡി ഒരു ജസ്റ്റ് ചെറിയ ഡോട്ട് പോലെ അതിനകത്ത് ഗ്രെയിൻസ് പോലെ നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. സ്പേസ് ബാർ അടിച്ചാൽ മതി. കണ്ടോ, അപ്പം മഞ്ഞ് വീഴുന്ന ഒരു ഫീലായിട്ടുണ്ട്. ഇനി അവിടെ വൈൻഡ് ഒരു സൈഡിലേക്ക് ജസ്റ്റ് അടിച്ച് കാറ്റിൻ്റെ ഒരു ദിശ കണ്ടോ, അത് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ കണ്ടോ. അപ്പം ഇവിടെ അതിൻ്റെ സൈസ് കുറച്ച് കഴിഞ്ഞാൽ അത് വീഡിയോയ്ക്ക് ആപ്റ്റാവുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്നോയെ അപ്ലൈ ചെയ്യാം. സ്നോ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ കോമ്പോസിറ്റ് കുറച്ചും കൂടെ കണ്ടോ, നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒപ്പാസിറ്റി കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര മഞ്ഞ് വീഴുന്നുണ്ട്. ഒപ്പാസിറ്റി എത്ര ഒപ്പാസിറ്റി ഉണ്ട്? 50 ഒപ്പാസിറ്റി ആയി കിട്ടാൽ മതി. ഡിഫോൾട്ട് എടുക്കുന്നത് എങ്ങനെയാണ് അത് ഓരോ വീഡിയോ ഫുട്ടേജിനെ ബേസ് ചെയ്തായിരിക്കും നമ്മളതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കൊടുക്കുന്നത്. അത് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ ഇതാ സ്പ്രെഡ് ചെയ്യാം. കണ്ടോ, അതുപോലെ തന്നെ വേരിയേഷൻ വൈൻഡ്, കാറ്റിൻ്റെ ഒരു വേരിയേഷൻ അനുസരിച്ച് ഇങ്ങനെ ജെർക്ക് ചെയ്തായിരിക്കും ഇത് താഴോട്ട് വീഴുന്നത്. അതുപോലെ തന്നെ സ്പീഡ്, ഒരുപാട് സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലായിരിക്കും വരുന്നത്. സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ ഞാനൊരു 100 95 കിടക്കുന്ന വളരെ. അപ്പോൾ അതിൻ്റെ വൈൻഡ് കുറച്ച് കൊടുക്കുക. വേണ്ട, ഒരു ചേഞ്ചസ് വരുന്നതാണോ, വന്നേക്കുന്നുണ്ടോ? അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്കിതിൻ്റെ സ്നോ എഫക്റ്റിലെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം. റീസെറ്റ് എടുത്തു കഴിഞ്ഞാൽ പഴയതുപോലെ നമുക്ക് കിട്ടും. നമുക്കൊന്നുകൂടെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നു. സൈസ് അഡ്ജസ്റ്റ് ചെയ്തു, ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഓക്കെ, അതിന് ശേഷം ജസ്റ്റ് വൈൻഡ് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. സൈസ് വേരിയേഷൻ വൈൻഡ് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, കണ്ടോ, ഇതാണ് സ്നോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമുക്ക് റെയിൻ, മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊരു ഫുട്ടേജിൽ നോക്കാം. ഓക്കെ, ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇമ്പോർട്ട് ഫയൽസ്, റെയിൻ ഇമ്പോർട്ട് ചെയ്യണം. ഞാൻ ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ ഇട്ടു. അതിനുശേഷം ജസ്റ്റ് പ്ലേ ചെയ്യുക. അത് ഓൾറെഡി ജസ്റ്റ് മൂവ് ചെയ്തുള്ളൊരു വീഡിയോ ഫയലാണ്. വളരെ സ്ലോയിൽ മൂവ് ചെയ്യുന്നൊരു വീഡിയോ ഫയലാണ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഇതേ മെത്തേഡ് എഫക്ട്സ്, സിമുലേഷൻ,
അതിൽ CC റെയിൻ ഓൾറെഡി അവിടെ ജസ്റ്റ് വർക്ക് ചെയ്ത് കണ്ടോ, CC റെയിൻ. അതിൻ്റെ വൈൻഡ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. വൈൻഡ് വേരിയേഷൻ, വൈൻഡ് അപ്പോൾ അതിൻ്റെ സ്പീഡ് കുറച്ച് കൊടുക്കുക. കുറച്ചുകൂടെ ഫീൽ കിട്ടും. അതിൻ്റെ സൈസ് കണ്ടോ, അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചുകൂടെ കൂടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അറിയാൻ പറ്റും എന്താണ് അവിടെ ഔട്ട് വർക്ക് ചെയ്യട്ടെന്നുള്ളത്. നമുക്ക് 25 മതി ഒപ്പാസിറ്റി. ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് അതിൻ്റെ ഒപ്പാസിറ്റി കൂട്ടി കണ്ടതാണ് എന്താണ് എഫക്ട്സ് വർക്ക് എന്നുള്ളത്. അപ്പം ഇതാണ് വളരെ സിമ്പിൾ ഒരു മെത്തേഡാണ് ഞാനിന്ന് പഠിപ്പിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഷെയറും ലൈക്കും കമൻസും പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ട്യൂട്ടോറിയലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.